മൈദ ഇടിച്ചു കുഴച്ച് ചുരുട്ടി തലയ്ക്ക് മീതെ വീശിപ്പറത്തി രാഖി പൊറോട്ടയുണ്ടാക്കുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ്. പരിചയസമ്പന്നരും തടിമിടുക്കുള്ളവരുമായ ആണുങ്ങൾ മാത്രം കൈയടക്കിയിരിക്കുന്ന മേഖലയിലേക്ക് വളരെ പെട്ടെന്നാണ് രാഖി കടന്നുവന്നതും ചുവടുറപ്പിച്ചതും. വയറ്റിലെ തൈക്കൂടം പാലത്തിന് സമീപമുള്ള യുവർ ചോയ്സ് ഹോട്ടലിലാണ് പൊറോട്ടയുണ്ടാക്കലിലെ പെൺകൈപുണ്യം. ബംഗാളിലെ മിത്രാപൂരിനടുത്തുള്ള വികസനം കടന്നു ചെല്ലാത്ത ഗ്രാമത്തിലെ ദരിദ്ര കുടുംബാംഗമാണ് രാഖി എന്ന് വിളിക്കുന്ന ഉമാറാണി. इधर एक लड़का था, वो परोठा बनाता था. वो काम छोड़ के चला गया, फिर मैं परोठा बनाने के लिए सीखा. वो थोड़ा थोड़ा करते करते अभी फूल आ गया. परोठा कैसा बनाना, कैसा मिक्स करना, सब कुछ आ गया, मेरे को मालूम पड़ गया. കുടുംബം പട്ടിണിയിൽ നട്ടം തിരിഞ്ഞപ്പോഴാണ് രാഖി പണി തേടി കേരളത്തിലെത്തിയത്. കാക്കനാട് വീട്ടുജോലിക്ക് നിന്ന് കിട്ടിയ ശമ്പളത്തിൽ പാതി ഇടനിലക്കാരൻ തട്ടിയെടുത്തതോടെ അയാളുമായി തെറ്റേണ്ടി വന്നു. അനീതി ചോദ്യം ചെയ്ത രാഖിയെ നാട്ടിൽ അവധിക്ക് പോയി മടങ്ങി വരുന്നതിനിടെ ഇടനിലക്കാരൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു. ബംഗാളി മാത്രം അറിയാവുന്ന രാഖി 4 ദിവസത്തോളം റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും അലഞ്ഞു നടന്നു. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബംഗാളികളാണ് ഇവരെ സുരക്ഷിതമായി തൈക്കൂടത്തെ സുനിത വിജയന്റെ അടുത്തെത്തിച്ചത്. മാസങ്ങൾ കൊണ്ട് രാഖി ഈ ഹോട്ടലിലെ മുഖ്യ പാചകക്കാരിയായി മാറി. ക്രമേണ പൊറോട്ട ഉണ്ടാക്കലിലേക്ക് തിരിഞ്ഞു. ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമല്ലേ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കും അതേപോലെ പലയിടത്തുനിന്ന് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റെടുത്ത്. പക്ഷെ എനിക്കിപ്പോ അവൾ എന്തോരം ഹെൽപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ സുനിതയുടെ കുടുംബാംഗത്തെ പോലെയാണ് രാഖി. ഹിന്ദി നന്നായി സംസാരിക്കും, അല്പം മലയാളവും അറിയാം. 300ഓളം പൊറോട്ടയാണ് ദിവസവും ഈ മിടുക്കി ഉണ്ടാക്കുന്നത്. അങ്ങനെ ദുരിതങ്ങളെല്ലാം കൈക്കരുത്തും മനക്കരുത്തും കൊണ്ട് മറികടക്കുമ്പോൾ രാഖി പറയുന്നത് ഇത്രമാത്രം: കഠിനാധ്വാനം ചെയ്യുക, വിജയമുറപ്പ്. അതിന് ഭാഷയും നാടും തടസ്സമല്ല എന്ന്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.